നീറ്റ് ജെഇ പോലൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെടാൻ ചാൻസ് ഉള്ള ഒരു റിയാക്ഷനാണ് ഹാലോഫോം റിയാക്ഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും ഹാലോഫോം റിയാക്ഷൻ കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയാറ് പോലുമില്ല, അത് ഹാലോഫോം റിയാക്ഷൻ ആണെന്ന് തിരിച്ചറിയാറില്ല. അതുകൊണ്ട് എപ്പോഴാണ് ഹാലോഫോം റിയാക്ഷൻ കൊടുക്കുക, ആരാണത് കൊടുക്കുക, അതിൻ്റെ മെക്കാനിസം എന്താണ്, എന്തൊക്കെയാണ് നമ്മൾ ഈ റിയാക്ഷനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാമാണ് ഈ ഒരു ചെറിയ സെഷനിൽ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹാലോഫോം റിയാക്ഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിയേ, സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പിനോട് ചേർന്ന് ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. ഈ സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പിനോട് ചേർന്നുള്ള ഈ CH3നെ നമ്മൾ ആക്റ്റീവ് മെത്തിലീൻ ഗ്രൂപ്പ് എന്ന് വിളിക്കുക. ഈ CH3നെ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് മെത്തിലീൻ ഗ്രൂപ്പ്. ഈ ആക്റ്റീവ് മെത്തിലീൻ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ള വെരിഫിക്കേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹാലോഫോം റിയാക്ഷൻ. നമ്മൾ ഈ കാണുന്ന ആക്റ്റീവ് മെത്തിലീൻ ഗ്രൂപ്പുള്ള കോമ്പൗണ്ടിനെ ഹാലജനും ആൽക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഹാലജൻ ക്ലോറിനോ ബ്രോമിനോ ഐഡിനോ ആകാം, ഫ്ലൂറിൻ ജനറലി നമ്മൾ എടുക്കാറില്ല, ആൽക്കലിയായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ നോക്കിയേ, ഈ ബോണ്ട് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുന്നു. നമ്മുടെ കാർബൺ ഗ്രൂപ്പ് ഇവിടുന്ന് ബ്രേക്കായി ഈ CH3 ഗ്രൂപ്പ് കറസ്പോണ്ടിങ് ഹാലോഫോമായി മാറും. ക്ലോറിൻ ആണെങ്കിൽ ക്ലോറോഫോം, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോഫോം, ഐഡിൻ ആണെങ്കിൽ അയഡോഫോം. ഈ സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് അതിൻ്റെ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് സോൾട്ട് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ഹാവിംഗ് അറ്റ്ലീസ്റ്റ് വൺ മീഥൈൽ ഗ്രൂപ്പ് ലിങ്ക് ടു ദ കാർബണൈൽ കാർബൺ ആറ്റം, നമ്മളതിനെ മീഥൈൽ കീറ്റോൺ എന്ന് വിളിക്കുക, ആർ ഓക്സിഡൈസ്ഡ് ബൈ സോഡിയം ഹൈപ്പോഹലൈറ്റ് ടു സോഡിയം സോൾട്ട് ഓഫ് കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് ഹാവിംഗ് വൺ കാർബൺ ആറ്റം ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ഇനിഷ്യൽ കാർബണൈൽ കോമ്പൗണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്ന കാർബണൈൽ കോമ്പൗണ്ടിൻ്റെ പാരന്റ് ചെയിനിൽ നിന്ന് ഒരു കാർബൺ ഇപ്പോൾ കുറഞ്ഞു. അപ്പോൾ എനിക്കിതിനെ ഒരു സ്റ്റെപ്പ് ഡൗൺ റിയാക്ഷൻ എന്നൂടെ വിളിക്കാം. സ്റ്റെപ്പ് ഡൗൺ റിയാക്ഷൻ എന്ന് വിളിക്കാൻ കാരണം എന്താ, നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ പാരന്റ് ചെയിൻ റെഡ്യൂസസ് ബൈ 1. ഓക്കെ, അപ്പോൾ ഇവിടെ മീഥൈൽ ഗ്രൂപ്പ്, ഈ വിട്ടുപോകുന്ന മീഥൈൽ ഗ്രൂപ്പ് കറസ്പോണ്ടിങ് ഹാലോഫോമായി മാറുന്നു. അയഡോഫോം റിയാക്ഷൻ വിത്ത് സോഡിയം ഹൈപ്പോ അയഡൈറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എ ഡിറ്റക്ഷൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഡിറ്റക്ഷൻ സിസ്റ്റം. കാരണം ഇത് അയഡിനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഹാലജനെങ്കിൽ ഇത് അയഡോഫോമായി മാറുമല്ലോ. അയഡോഫോമിന് ഒരു ചെറിയ യെല്ലോയിഷ് കളറാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഒരു കളേർഡ് ഐഡൻറ്റിഫിക്കേഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അയഡോഫോം ടെസ്റ്റ് എന്ന് യൂസ് ചെയ്യാം. ഹാലോഫോം ടെസ്റ്റ് എന്ന് പറയുന്നതിൽ ക്ലോറോഫോമോ ബ്രോമോഫോമോ അയഡോഫോമോ ഏത് വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ അയഡോഫോമിൻ്റെ ഒരു ചെറിയ കളറിങ് കൂടി ഉള്ളതുകൊണ്ട് പലപ്പോഴും അയഡോഫോം ടെസ്റ്റ് നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. ഇനി നമുക്ക് ഈ റിയാക്ഷൻ എങ്ങനെ നടക്കുന്നതെന്ന് അറിയണം. അതിനുശേഷമാണ് ആരൊക്കെയാണ് ഇത് കൊടുക്കുക എന്ന് മനസ്സിലാക്കാൻ പറ്റുക. സോ റിയാക്ഷൻ മെക്കാനിസം ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഇത് നമ്മുടെ CH3 ഗ്രൂപ്പുള്ള മീഥൈൽ കീറ്റോൺ ആണ്. നമുക്ക് ആൽക്കലിയുടെ പ്രസൻസ് നടക്കുന്ന സമയത്ത് ആൽക്കലിയുടെ പ്രസൻസിൽ ഇതിനകത്തൊരു ഹൈഡ്രജനെ ഈ OH- അയോൺ നമ്മുടെ ബേസ് ഗ്രൂപ്പ് അബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് പോകും, ക്രിയേറ്റിംഗ് എ കാർബാനിയോൺ ഇൻ്റർമീഡിയറ്റ്. ഈ കാർബാനിയോൺ ഇൻ്റർമീഡിയറ്റിലേക്ക് ക്ലോറിൻ ആഡ് ആവുന്നു. എന്ന് വെച്ചാൽ ഈ ഒരു ഹൈഡ്രജൻ പോയി പകരം ഇവിടെ ആര് വരും, ക്ലോറിൻ വരും. അതേ പ്രോസസ്സ് മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഈ ഹൈഡ്രജൻസ് എല്ലാം കറസ്പോണ്ടിംഗ്ലി ക്ലോറിൻ ആവുന്നിടം വരെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ശേഷം ഈ ബോണ്ട് ഇവിടുന്ന് ബ്രേക്ക് ആവുന്നു, ഇവിടേക്ക് ഒരു കാർബോക്സിലിക് ആസിഡ് സോൾട്ടായി മാറുന്നു ഈ ഗ്രൂപ്പ്. ആൻഡ് ഈ CCl3 ഗ്രൂപ്പ് എന്തായി മാറുന്നു, കറസ്പോണ്ടിങ് ഹാലോഫോമായി മാറുകയാണ് ചെയ്യുന്നത് പ്രോട്ടോൺ എക്സ്ചേഞ്ച് വഴി. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. ഓവറോൾ നമ്മുടെ റിയാക്ഷൻ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ആക്റ്റീവ് മെത്തിലീൻ ഗ്രൂപ്പിലെ ഓരോ ഹൈഡ്രജനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഹാലജൻ വെച്ച് റീപ്ലേസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ശേഷം ഈ ബോണ്ട് ഇവിടുന്ന് ബ്രേക്ക് ആവുകയും ഇത് കാർബോക്സിലിക് ആസിഡ് സോൾട്ടും ഇത് ഹാലോഫോമുമായി മാറുകയാണ് നമ്മുടെ പ്രോസസ്സിൽ നടക്കുന്നത്. ഇനി ഈ ഒരു റിയാക്ഷൻ പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യപ്പെടാറുണ്ട്. പലപ്പോഴും ഹാലജൻ ഇൻ പ്രസൻസ് ഓഫ് NaOH, ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് NaOH അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. NaOHന് പകരം ചിലപ്പോഴൊക്കെ KOH കൊടുക്കാറുണ്ട്. ചിലർ സോഡിയം കാർബണേറ്റ് എന്ന് കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. ഇത് ഒരു വേ ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ്. രണ്ടാമത്തെ വേ ഓഫ് റെപ്രസെൻറ്റേഷൻ, ദിസ് ഇസ് എ ഫസ്റ്റ് വേ ഓഫ് റെപ്രസെൻറ്റേഷൻ. സെക്കൻഡ് വേ ഓഫ് റെപ്രസെൻറ്റേഷൻ ഈസ് NaOI എന്ന് കൊടുക്കും, അല്ലെങ്കിൽ NaOBr, അല്ലെങ്കിൽ NaOCl, സോഡിയം ഹൈപ്പോഹലൈറ്റ് എന്നുള്ള റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് വരാം. ചില സമയത്ത് CaOCl ട്വൈസ് ഇങ്ങനെയുള്ള റെപ്രസെൻറ്റേഷനും വരാം. ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹാലോഫോം റിയാക്ഷൻ തന്നെയാണ്. ഇവിടെ CaOClന് പകരം OBr ആകാം. അങ്ങനെ പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ ഹാലജൻ ഇൻ പ്രസൻസ് ഓഫ് NaOH അല്ലെങ്കിൽ NaOI, NaOBr ഈ റെപ്രസെൻറ്റേഷനും വരാം. ചിലപ്പോൾ അയഡിൻ ഇൻ പ്രസൻസ് ഓഫ് Na2CO3 വരാം. അപ്പോൾ ഒരു ആൽക്കലി നമ്മളിവിടെ ആൽക്കലൈൻ മീഡിയം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നോക്കിയേ, മീഥൈൽ കീറ്റോണും അതുപോലെ മീഥൈൽ ആൽക്കഹോളും കറസ്പോണ്ടിംഗ്ലി കാർബോക്സിലിക് ആസിഡ് സോൾട്ടും ഹാലോഫോമുമായി മാറുന്നു. ഇവിടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കാർബണാറ്റത്തിൻ്റെ എണ്ണം ഒന്ന് കുറയുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മുടെ സ്റ്റാർട്ടിംഗ് റിയാക്ടൻറ്റിൽ ഒരു മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടെന്നിരിക്കട്ടെ, ഈ മൾട്ടിപ്പിൾ ബോണ്ടിനെ ഒരിക്കലും നമ്മുടെ ഹാലോഫോം റിയാക്ഷൻ അഫക്റ്റ് ചെയ്യുന്നില്ല. സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പിൻ്റെ കൂടെ ആക്റ്റീവ് മെത്തിലിൻ ഗ്രൂപ്പ് ഉണ്ട്. ഈ ബോണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു, ഇത് COONA ആയി മാറുന്നു. കറസ്പോണ്ടിംഗ്ലി ഈ ഗ്രൂപ്പ് ഹാലോഫോമായി മാറുന്നു. നോക്കിയേ,
നമ്മുടെ ഡബിൾ ബോണ്ടിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ഡബിൾ ബോണ്ട് വിൽ ബി റീറ്റെയിൻഡ് ആസ് സച്ച്. ഡബിൾ ബോണ്ടിന് യാതൊരുവിധ തരത്തിലും നമ്മുടെ ഹാലോഫം റിയാക്ഷൻ അഫക്റ്റ് ചെയ്യില്ല. ഇനി നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, സർ ഇത്രയും നേരം സർ കീറ്റോണിൻ്റെ കൂടെ CH3 ഗ്രൂപ്പ് വരുന്നതിനെ പറ്റി പറഞ്ഞു, ഈ ആൽക്കഹോളിൻ്റെ കേസിൽ എന്താ സംഭവിക്കുക? അതും കൂടി നമ്മൾ അറിയണം. ഈ ആൽക്കഹോളിന് എന്ത് സംഭവിക്കുന്നറിയോ? ഈ ആൽക്കഹോൾ നമ്മുടെ ഈ ആൽക്കലൈൻ മീഡിയത്തിൽ ഓക്സിഡൈസ് ചെയ്യപ്പെടും. എന്നിട്ട് എന്തായി മാറും? ഈ കീറ്റോണായി മാറപ്പെടും. സോ ആൽക്കഹോൾ ഓക്സിഡൈസ് ആയി കറസ്പോണ്ടിങ് കീറ്റോണായി മാറപ്പെടും. അതിനുശേഷം ഈ റിയാക്ഷൻ കൊടുക്കും. അതുകൊണ്ട് മീഥൈൽ കീറ്റോണും ഓക്കെയാണ്, മീഥൈൽ ആൽക്കഹോളും ഓക്കെയാണ്. ഇനി ഹാലോഫോം റിയാക്ഷൻ കൊടുക്കുന്ന ബാക്കിയുള്ള ആൾക്കാരെയും കൂടെ നമുക്കറിയണം. ഇപ്പോൾ നമ്മൾ കണ്ടു, എല്ലാ മീഥൈൽ കീറ്റോണുകളും C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പിനോട് കൂടെ ഒരു CH3 ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഹാലോഫോം റിയാക്ഷൻ കൊടുക്കും. ആൽഡിഹൈഡിൽ ഒരേ ഒരാളെ ഉള്ളത് അസറ്റാൽഡിഹൈഡാണ്. കാരണം നമുക്ക് സ്ട്രക്ചർ ഒന്ന് വരച്ച് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. CH3 C ഡബിൾ ബോണ്ടോ H, ഇത് കണ്ടോ, C ഡബിൾ ബോണ്ടോൻ്റെ കൂടെ CH3 ഉണ്ട്. ഇനി വേറെ ഏതെങ്കിലും ഒരു ആൽഡിഹൈഡ്, പ്രൊപ്പനാൽഡിഹൈഡ് ആയിരുന്നു എടുത്തിരുന്നെങ്കിലോ? നോക്കിയേ, ഇവിടെ CH2 ഉള്ളൂ. CH2 പോരാ, CH3 തന്നെ വേണം. അപ്പോൾ ആൽഡിഹൈഡിൽ ഒരേ ഒരാളെ ഉള്ളത് അസറ്റാൽഡിഹൈഡാണ്. ഇനി ഓൾ 2 ആൽക്കനോൾ ആൻഡ് എത്തനോൾ എന്ന് വെച്ചാൽ സെക്കൻഡ് പൊസിഷനിൽ ആര് വരണം? OH ഗ്രൂപ്പ് വരണം. ഫോർ എക്സാമ്പിൾ, ഒരു കാർബൺ ചെയിൻ്റെ സെക്കൻഡ് പൊസിഷനിൽ OH ഗ്രൂപ്പ് വരികയും അങ്ങോട്ട് എത്ര വലിയ ചെയിൻ ആണെങ്കിലും കുഴപ്പമില്ല, ഈ CHOH CH3 എന്നുള്ള ഗ്രൂപ്പ് എന്ത് ചെയ്യാം? നമ്മുടെ ഹാലോഫോം റിയാക്ഷൻ കൊടുക്കാം. ഈ CHOH മാറി C ഡബിൾ ബോണ്ടുമായി മാറും. അതിനുശേഷം നമ്മുടെ റിയാക്ഷൻ കൊടുക്കും. കഴിഞ്ഞിട്ടില്ല. ഇനി ഈ OHന് പകരം ഇവിടെ ഒരു ഹാലജനായിരുന്നു എന്നിരിക്കട്ടെ. നോക്കുക, നമ്മൾ NaOHൻ്റെ പ്രസൻസിൽ ഈ ഹാലജൻ മാറി എന്തായി മാറും? OH ആയി മാറും. OH പിന്നീട് എന്തായി മാറും? കീറ്റോണായി മാറും. ഇനി അവിടെ 2 ഹാലജൻ ആയിരുന്നാലും കുഴപ്പമില്ല. നോക്കിയേ, 2 ഹാലജനും മാറി 2 OH വരും. അതിൽ നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോകും, കീറ്റോണായി മാറും. പിന്നെ നമ്മുടെ റിയാക്ഷൻ കൊടുക്കും. അപ്പോൾ ഈ കാണുന്ന എല്ലാ ആൾക്കാരും കൊടുക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ഒരു കാര്യം കൂടെ ഞാൻ അഡീഷണലി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ റിയാക്ഷൻ, ഹാലോഫോം റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റുകളാണ്. ഞാൻ പറഞ്ഞിരുന്നു, CH3 ഗ്രൂപ്പിലെ ഓരോ ഹൈഡ്രജനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഹാലജൻ റീപ്ലേസ് എന്ന് പറഞ്ഞില്ലേ? 1 ഹാലജൻ, 2 ഹാലജൻ, 3 ഹാലജൻ. അപ്പോൾ ഈ കാണുന്ന ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾക്കും എന്ത് ചെയ്യാം? ഹാലോഫോം റിയാക്ഷൻ കൊടുക്കാം. അപ്പോൾ ഈ കാണുന്ന എല്ലാ ആൾക്കാർക്കും ഹാലോഫോം റിയാക്ഷൻ കൊടുക്കാം. ഇത്രയും സിറ്റുവേഷൻസിൽ ഹാലോഫോം റിയാക്ഷൻ കൊടുക്കാം എന്നുള്ള കാര്യം ഓർക്കുക. ഈ കാണുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു റെപ്രസെൻറ്റേഷൻ വന്നാൽ അത് ഹാലോഫോം റിയാക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇത്രയാണ് ഹാലോഫോം റിയാക്ഷനെ പറ്റി നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും. അപ്പോൾ 1-2 ചോദ്യങ്ങൾ നോക്കിയാലോ. ഫോർമാൽഡിഹൈഡും അസറ്റാൽഡിഹൈഡും നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഫോർമാൽഡിഹൈഡിൻ്റെയും അസറ്റാൽഡിഹൈഡിൻ്റെ സ്ട്രക്ചർ നമുക്ക് എഴുതി നോക്കിയാലോ. ഫോർമാൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ HCHO ആണ്. ആൻഡ് അസറ്റാൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ CH3CHO ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആക്റ്റീവ് മെത്തിലീൻ ഗ്രൂപ്പ് ചെയ്താൽ അസറ്റാൽഡിഹൈഡിനേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കറിയാം അയഡോഫോം ടെസ്റ്റ് അല്ലെങ്കിൽ ഹാലോഫോം ടെസ്റ്റ് കൊടുക്കും. അയഡോഫോം ടെസ്റ്റ് പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക. അതേസമയം ഇവിടെയോ നെഗറ്റീവ് റിസൾട്ട്. കാരണം ഇവിടെ എന്തില്ല? ആക്റ്റീവ് മെത്തിലീൻ ഗ്രൂപ്പ് ഇല്ല. ഷിഫ് റിയേജൻറ്റോ ടോളൻസ് റിയേജൻറ്റോ ഫെലിങ്സ് റിയേജൻറ്റോ ഇവിടെ വർക്കൗട്ട് ആവില്ല. കാരണം ഈ 3 ആൾക്കാരും ആൽഡിഹൈഡുകളുമായിട്ട് റിയാക്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ അസറ്റാൽഡിഹൈഡും ഫോർമാൽഡിഹൈഡും 2 ആൽഡിഹൈഡാണ്. അപ്പോൾ 2 പേരും എന്ത് ചെയ്യും? ഇവരുമായിട്ടൊക്കെ പോസിറ്റീവ് റിസൾട്ട് തരും. തിരിച്ചറിയാൻ ഒരാൾ പോസിറ്റീവ് റിസൾട്ടും ഒരാൾ നെഗറ്റീവ് റിസൾട്ടുമാണ് തരേണ്ടത്. ഇവിടുത്തെ നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഏതായിരിക്കും വരിക? ഓപ്ഷൻ 3 വിൽ ബി ദ റൈറ്റ് ആൻസർ. ഒരു ചോദ്യം കൂടി എടുത്താലോ. നോക്കിയേ, അയഡോഫോം ക്യാൻ ബി പ്രിപ്പയർഡ് ഫ്രം ഓൾ എക്സെപ്റ്റ്, അതായത് 4 ആൾക്കാരെ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 1, 2, 3 ആൻഡ് 4. ഇതിൽ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അയഡോഫോം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പിനോട് ചേർന്ന് നോക്കിയ CH3 ഉണ്ട്. ഈത്തൈൽ മീത്തൈൽ കീറ്റോൺ ആണ്. ഇവിടെ ആക്റ്റീവ് മെത്തിലീൻ ഗ്രൂപ്പ് ഉണ്ട്. യെസ്, ഞാൻ ആ ആക്റ്റീവ് മെത്തിലീൻ ഗ്രൂപ്പിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. ആക്റ്റീവ് മെത്തിലീൻ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് റിയാക്ഷൻ നടക്കും. രണ്ടാമത്തേത് നോക്കിയേ, ഇത് പ്രൊപ്പൻ 2 ആണ്. ഇവിടെ നമുക്ക് അല്ലെങ്കിൽ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ ആണ്. ഇവിടെ OHനോട് ചേർന്നതാ ആക്റ്റീവ് മെത്തിലീൻ ഗ്രൂപ്പ് ഉണ്ട്. യെസ്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഫൈൻ. ഇവിടെ നോക്കിയേ 3 മിഥൈൽ 2 ബ്യൂട്ടനോൺ. ഇവിടെയും നമുക്കിതാ കീറ്റോൺ ഗ്രൂപ്പിനോട് ചേർന്ന് ആക്റ്റീവ് മെത്തിലീൻ ഗ്രൂപ്പ് ഉണ്ട്. അതേസമയം ഐസോബ്യൂട്ടൈൽ ആൽക്കഹോൾ, ഇവിടെ OH കഴിഞ്ഞിട്ട് വരുന്ന കാർബൺ CH3A അല്ല CH. അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് റിയാക്ഷൻ നടക്കില്ല. അയഡോഫോം റിയാക്ഷൻ കൊടുക്കാത്ത ആൾ ഓപ്ഷൻ 4 ആയിരിക്കും. സോ ഈ ഒരു ചെറിയ സെഷനിൽ കൂടെ ഹാലോഫോം റിയാക്ഷൻ മെക്കാനിസം, എപ്പോൾ ഹാലോഫോം റിയാക്ഷൻ കൊടുക്കും, ആരൊക്കെ കൊടുക്കും, ഏതൊക്കെ കണ്ടീഷനിലാണ് നമ്മൾ അങ്ങനെ ആലോചിക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ കൂടുതൽ ടിപ്സും ട്രിക്സും ഒക്കെ നമുക്ക് ഇനിയും കാണാം. ഓൾ ദ വെരി ബെസ്റ്റ് ടിൽ ദെൻ.